സ്നേഹത്തിൻ്റെ കൊച്ചു പൂമ്പാറ്റകൾക്ക് ഈ പൂമ്പാറ്റയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമുക്ക് വീണ്ടും ഒരുമിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ, ഇന്ന് പ്രാർത്ഥിച്ച എത്ര കൂട്ടുകാരുണ്ട്? എനിക്കിവിടുന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല, സത്യമേ പറയാവൂ. കുറച്ച് പേരൊക്കെ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്ന് വേദപുസ്തകം വായിച്ച എത്ര കൂട്ടുകാരുണ്ട്? അതൊത്തിരി കൂട്ടുകാരില്ല, കുറച്ച് കൂട്ടുകാരേ ഉള്ളൂ അല്ലേ? എന്നാൽ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ദിവസം ആരംഭിക്കാം. നമ്മളെ ദൈവം സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നവരാണ് അല്ലേ? അനുസരണമുള്ള കൂട്ടുകാരാകണമെന്നൊക്കെ നമ്മൾ പഠിക്കുന്നവരാണ്. എന്നാൽ ഇതൊക്കെ ദൈവത്തോട് ചേർന്ന് നമുക്കായിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം അല്ലേ? നമുക്ക് ദൈവത്തോട് നല്ല ബന്ധം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആ അർത്ഥത്തിൽ വരുന്ന ഒരു ചെറിയ പാട്ട് ഒന്ന് പറഞ്ഞു തരട്ടെ, കൂടെ പറയാമോ? ഐ ക്യാൻ പ്രേ ടു ജീസസ്. എല്ലാവരും ഉറക്കെ പറയണേ. എ ഫ്രണ്ട് ഹു ഓൾവേസ് ആൻസേഴ്സ്. I may be very small, but he answers when I call. That's why I love you, Jesus. Forever he'll be friend. എപ്പോഴും നമ്മുടെ നല്ല കൂട്ടുകാരനായിട്ട് ആരുണ്ട്? യേശുഭജനുണ്ട് അല്ലേ? നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു നല്ല ഫ്രണ്ട്, നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ഫ്രണ്ട്, അതാണ് നമ്മുടെ യേശുഭജൻ. അങ്ങനെയെങ്കിൽ ആ യേശുഭജനോട് ചേർന്ന് നമുക്ക് നടക്കണം അല്ലേ? ഈ പാട്ട് ഒന്ന് പാടിത്തരാം, നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് നമുക്ക് പഠിക്കാം. റെഡി? I can pray to Jesus, a friend who always answers. I can pray to Jesus, a friend who always answers. I may be very small, but he answers when I call. I may be very small, but he answers when I call. That's why I love you, Jesus. Forever we'll be friends. That's why I love you, Jesus. Forever we'll be friends. അപ്പോൾ എങ്ങനെയുണ്ട് പാട്ട്? രസമായിട്ടുണ്ടോ? പക്ഷെ ആരും ക്ലാപ്പ് ഒന്നും തന്നില്ലല്ലോ. കുറച്ച് പേരൊക്കെ ക്ലാപ്പ് ചെയ്തു, ഒത്തിരി സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഒന്ന് വേഗം കൂടെ പാടിക്കേ. I can pray to Jesus, a friend who always answers. I may be very small, but he answers when I call. That's why I love you, Jesus. Forever we'll be friends. അപ്പോൾ ഞാൻ ചെറുതാണോ, ഞാൻ ഒത്തിരി വലുതാണോ, ഞാൻ എങ്ങനെയുള്ളതാണോ എന്നൊന്നും ദൈവം നോക്കുന്നില്ല. ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ നല്ല ഫ്രണ്ടാണ്. അതുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. കൂട്ടുകാരെ, ഇന്ന് പ്രാർത്ഥിച്ചായിരുന്നോ? ഇല്ല അല്ലേ? കുറച്ച് പേര് പ്രാർത്ഥിച്ചു, എന്നാൽ കൂടുതൽ പേരും പ്രാർത്ഥിച്ചില്ല. എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നമ്മൾ വേദപുസ്തകം വായിക്കുന്നത്? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവവുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മൾ എന്തിനാണ് ഫ്രണ്ട്സിനോടൊക്കെ എപ്പോഴും സംസാരിക്കുന്നത്? സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ മുന്നോട്ട് പോകുമോ? ഇല്ല അല്ലേ? ഇങ്ങനെ ആക്ഷൻ മാത്രം കാണിച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ? ഇല്ല. അവരോട് സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം അല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തോട് നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തോട് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. ആ 3 കൂട്ടുകാരുണ്ടല്ലോ, ആ ചെറിയ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവർ നല്ല രസമായിട്ട് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചൊക്കെ യാത്ര ചെയ്യുന്ന, അവർ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണോ ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ? ഇഷ്ടമാണോ? പേടിയുള്ളവരുണ്ടോ? ഇല്ല. എന്തിനാ പേടിക്കുന്നത് അല്ലേ? എന്നാൽ അതൊക്കെ കണ്ട് സന്തോഷത്തോടെ യാത്ര ചെയ്യുന്ന 3 കൂട്ടുകാർ, അവരിടയ്ക്ക് നോക്കുമ്പം ചെറിയ മീനൊക്കെ അങ്ങനെ ചാടുന്നുണ്ട്. അവരിടയ്ക്ക് നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നല്ല രസമാണ്, നല്ല ഒഴുക്കുള്ള വെള്ളമായിരുന്നു. നല്ല സന്തോഷത്തോടെ അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന്
ഒരിക്കലും ഓർത്തിരിക്കാത്ത നേരത്ത് ആ വെള്ളത്തിനൊരു വലിയ പ്രയാസം ഉണ്ടായി. അവിടെ ഭയങ്കരമായിട്ടുള്ള കാറ്റൊക്കെ വീശി അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വള്ളമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒലയാൻ തുടങ്ങി. ആ 3 കൂട്ടുകാരിൽ 2 പേര് ഉറക്കെ കരയാൻ തുടങ്ങി. അയ്യോ, ഓടി വരണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളിപ്പം മുങ്ങിപ്പോകുമേ, ഞങ്ങളുടെ ജീവൻ നഷ്ടമാകുമേ, ആരെങ്കിലും ഓടി വരണേ എന്നൊക്കെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവരിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ശ്രദ്ധിച്ചു, അവരുടെ കൂടെ ഉണ്ടായിരുന്ന 3-ാമത്തെ ആള് ഒരു ബഹളവും ഇല്ലാതെ സൈലൻ്റായിട്ട് മുഖത്തൊരു നല്ല ചിരിയൊക്കെ വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പെട്ടെന്ന് ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഹേയ്, ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് നീ കണ്ടില്ലേ? നീ എന്താ ഇങ്ങനെ സൈലൻ്റായിട്ട്? നിൻ്റെ മുഖത്ത് സന്തോഷമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഞങ്ങളാണെങ്കിൽ ഇപ്പം ചിലപ്പോൾ മരിച്ചു പോകുമായിരിക്കും, നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുമായിരിക്കും. അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ നീ എന്താ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നേ? ആ 3-ാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, കാരണം എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആ യേശുപ്പച്ചനോട് സംസാരിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കൂട്ടുകാരെ, ഇത് കേട്ടപ്പോൾ ആ ബാക്കി 2 ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. അയ്യോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഇത്രയും പ്രയാസമുള്ള സമയത്ത്? കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പം ആ വലിയ കാറ്റൊക്കെ ശാന്തമായി. അവർ വീണ്ടും സന്തോഷത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. ആ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ഉണ്ടല്ലേ, ദൈവത്തോട് നമുക്ക് സംസാരിക്കുമ്പോൾ ദൈവത്തോട് നല്ല കൂട്ടായ്മ നമുക്ക് കിട്ടുമല്ലേ. കൂട്ടുകാരെ, നമ്മളും ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തോട് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നു, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ദയ നമ്മളിൽ നിന്ന് എടുത്തു കളയാത്ത നല്ല അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. കൂട്ടുകാരെ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? കുറച്ച് കൂട്ടുകാർ പറഞ്ഞു വചനത്തിലൂടെ, അല്ലേ? ദൈവവചനത്തിലൂടെ. അപ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് ഒരു നല്ല തീരുമാനം എടുക്കണം. ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കും. 3 നേരം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു ആളുണ്ടായിരുന്നു ബൈബിളിൽ. ആരാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. ഒത്തിരി കൂട്ടുകാർ കറക്റ്റ് പറഞ്ഞു. ദാനിയേൽ, അല്ലേ? എത്ര നേരം പ്രാർത്ഥിക്കുമായിരുന്നു? 3 നേരം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലേ? സന്തോഷമുള്ളപ്പോൾ മാത്രമാണോ പ്രാർത്ഥിച്ചേ? അല്ല, സിംഹക്കുഴിയിൽ ഇട്ട് കളയുമെന്ന് പറഞ്ഞപ്പോഴും പ്രാർത്ഥിച്ചു. സിംഹക്കുഴിയിൽ നിന്ന് ഒരു പോറലും ഏൽക്കാതെ തിരികെ ജീവിതത്തിലേക്ക് വന്നപ്പോഴും പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, നമുക്കെല്ലാം ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കൂട്ടുകാരെ, അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ കൂടെ ചേർന്ന് പറയാമോ? ത്രൂ പ്രെയർ വി ക്യാൻ deepen our fellowship with God. Through prayer, we can overcome temptations. Through prayer, we can help others. എല്ലാവരും കണ്ണടച്ചേ, കൈകൂപ്പിക്കേ. ഈ പ്രാർത്ഥന എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നിന്നോട് ചേർന്ന് നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൽ എല്ലാ ദിവസവും ബൈബിള് വായിക്കുവാൻ, എപ്പോഴും പ്രാർത്ഥിക്കുവാൻ, ദൈവവുമായി നല്ല റിലേഷൻഷിപ്പുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. യേശുവിൻ നാമത്തിൽ
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അപ്പോൾ കൂട്ടുകാരെ, നല്ല പ്രാർത്ഥനയുള്ള, ബൈബിളിനോട് നല്ല സ്നേഹമുള്ള, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന കൂട്ടുകാരായി നല്ല സന്തോഷത്തോടെ മുൻപോട്ട് ജീവിപ്പാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സീ യു അഗെയിൻ. ബൈ.